ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡിൽ ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും എന്നത് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ചില പൊസിഷനുകൾ ശക്തിപ്പെടുത്താൻ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ ലൂക്ക മോഡ്രിച്ചും ലുക്കാസ് വാസ്കസും ഒക്കെ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് റോഡ്രിഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോയെ ഒഴിവാക്കാൻ റയൽ മാഡ്രിഡ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതായത് ഫണ്ട് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി റോഡ്രിഗോയെ വിൽക്കാനാണ് റയൽ ആലോചിക്കുന്നത്. മികച്ച ഓഫർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൈവിടാൻ റയൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 2028 വരെ അദ്ദേഹത്തിന് കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. അതായത് നല്ല ഒരു തുക മുടക്കിയാൽ മാത്രമാണ് ക്ലബ്ബുകൾക്ക് റോഡ്രിഗോയെ സ്വന്തമാക്കാൻ സാധിക്കുക. റോഡ്രിഗോയുടെ അവസാനത്തെ പ്രകടനങ്ങൾ അത്ര ആശാവഹമല്ല. റയലിന് വേണ്ടി അവസാനമായി കളിച്ച 22 മത്സരങ്ങളിൽ നിന്ന് 1 ഗോളും 3 അസിസ്റ്റും മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് റയലിനെ പ്രേരിപ്പിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ലിവർപൂൾ ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വലിയ താല്പര്യമുള്ള താരമായിരുന്നു റോഡ്രിഗോ. ഏതായാലും ഏതൊക്കെ ക്ലബ്ബുകളാണ് ഇനി താരത്തിന് വേണ്ടി രംഗത്ത് വരിക എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. മികച്ച ഓഫർ ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൈവിടാൻ തന്നെയാണ് ഇപ്പോൾ റയലിന്റെ തീരുമാനം. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.